നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 14 മുതൽ 16 വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് പ്രവചനം. ജൂൺ 14 കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. പുതുശ്ശേരി പഴുനാന റോഡിൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത് ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം കരാറെടുത്ത EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്കായി സർവീസ് നടത്തുന്ന ടോറസിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. നിർമ്മാണ സാമഗ്രികൾ എടുക്കുന്നതിനായി ചേലക്കരയിലേക്ക് പോവുകയായിരുന്നു വാഹനം. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായി. കുന്നംകുളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഏറെ നേരം തടസ്സപ്പെട്ട പുതുശ്ശേരി പഴുനാന റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. പ്രദേശത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കടന്നുപോയതിനു ശേഷം മരം കടപുഴകി വീണതിനാൽ വലിയ അപകടമൊഴിവായി. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗുരുവായൂർ പഞ്ചാരമുക്ക് EK നായനാർ റോഡിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. ഗതാഗതം തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ വഴി കടന്നുപോകുന്നതിനാൽ രാവിലെ തെങ്ങുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. KSEB ജീവനക്കാരെത്തി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. വാർഡ് കൗൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശനം നടത്തിയാണ് സഹായം അറിയിച്ചത്. പരിശോധനയ്ക്കായി അയച്ച വെള്ളത്തിന്റെ ഫലം ലഭ്യമാകുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന പാചകപ്പുരയിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം ലഭ്യമാക്കുന്നതിനായി UV ഫിൽട്ടർ സൗകര്യമൊരുക്കാൻ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തയ്യാറാണെന്ന് പ്രസിഡന്റ് ലബീബ് ഹസൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിനെയും പ്രധാനാധ്യാപിക KS സുജിനിയെയും അറിയിച്ചു. AEO മൊയ്തീൻ, ബ്ലോക്ക് മെമ്പർ MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, PTA പ്രസിഡന്റ് PT സുശാന്ത്, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചിക്കാലായിൽ, സജിത് ചോലയിൽ, ജിനാഷ് തെക്കേക്കര, KV സാംസൺ, EMK ജിഷാർ എന്നിവർ സ്കൂൾ സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പും അതിനോടൊപ്പം തന്നെ കെംടെക്കും വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ കൂടുതലുള്ളതും കുറവുള്ളതുമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഏത് രീതിയിലുള്ള ഫിൽറ്ററാണ് ഇവിടെ ആവശ്യം വരിക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സൈറ്റിൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ UV ഫിൽറ്റർ ആവശ്യമായി വരും എന്നുള്ള രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് ഈ മേഖലയിലെ ഒരു വിദഗ്ധൻ എന്നുള്ള നിലക്ക് സൈറ്റിൻ്റെ ഒക്കെ അഭിപ്രായം. അപ്പോൾ UV ഫിൽറ്റർ ആണ് എന്നുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള വെള്ളം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി അത് ഈ സ്കൂളിന് വേണ്ടി ചെയ്തു നൽകാൻ തയ്യാറാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുക കൂടി എന്നുള്ളൊരു ആവശ്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. PWD അധികൃതരുടെ അനാസ്ഥ, ഒഴിവായത് വൻ ദുരന്തം. മന്നലാങ്കുന്ന് സെന്ററിൽ പഴയ ദേശീയപാതയ്ക്കരികിൽ നിന്നിരുന്ന പൂമരമാണ് ബുധനാഴ്ച കടപുഴകി വീണത്. മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും മുഖവിലക്കെടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അകലാട് ത്വാഹാപള്ളി സ്വദേശി ഹനീഫ തലനാരിഴയ്ക്കാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ബൈക്ക് കുടുങ്ങിയെങ്കിലും അപകടം ഒഴിവായി. സ്കൂൾ കുട്ടികളുമായി വന്നിരുന്ന ട്രാവലർ അപകടം മനസ്സിലാക്കി പെട്ടെന്ന് നിർത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി, ഇന്റർനെറ്റ്, കേബിൾ കണക്ഷൻ എന്നിവ തകരാറിലാവുകയും ചെയ്തു. ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. ഇതുകൂടാതെ മന്ദലാങ്കുന്ന് സെന്ററിൽ തന്നെ മറ്റൊരു പൂമരവും ബദാമരവും ഏത് നിമിഷവും നിലം പതിക്കുന്ന അവസ്ഥയിലാണ്. 2022 അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി പുന്നൂർ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്യുകയും മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി PWD അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് പറയുന്നത്. മരക്കൊമ്പ് മുറിച്ചുമാറ്റിയില്ലെങ്കിൽ ദുരന്തമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്.
എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി പ്രദേശത്തുള്ളവരുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ഇന്ന് മന്ദലാകുന്ന് സെൻറ്ററിലുണ്ടായ വലിയ ബദം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ശക്തമായ കാറ്റിന് നമ്മുടെ KCB ലൈനിലേക്ക് വീഴുന്നു നമ്മുടെ പ്രദേശം 5 ദിവസത്തോളം കറണ്ടില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അന്ന് നമ്മൾ വീണ്ടും പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് അധികാരികളെയും ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ 2022 പുന്നൂർ പഞ്ചായത്തിലെ ബോർഡ് മീറ്റിങ്ങിൽ അതിന് അപേക്ഷ വെക്കുകയും ഇത് എത്രയും പെട്ടെന്ന് ഇത്രയും ഉള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ പതിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് ബലി കൊടുക്കേണ്ടി വരും. കാരണം ഉണ്ടായതിനു ശേഷം അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ഇടപെടുന്നതിനൊക്കെ മുന്നേ അതുണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ അയാളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ട് തലനായ രക്ഷപ്പെട്ട അയാൾ തൊട്ടടുത്ത് തന്നെ ഒരു 10-30ഓളം കുട്ടികളുമായി ഒരു ടെമ്പോ ട്രാവൽ വണ്ടി വന്നിരുന്നു. അത് ബ്രേക്ക് ഇട്ട് നിർത്തിയതിൻ്റെ പേരിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുകയുണ്ടായത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ മരങ്ങൾ തൊട്ടടുത്ത് വീണ്ടും വലിയൊരു മരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ വേരുകൾ പറഞ്ഞു വരുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റി ഈ പ്രദേശത്തെ രക്ഷിക്കണമെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ NSS സൗഹൃദ അധ്യാപകർക്കായുള്ള പരിശീലനം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ജയറാം സന്തോഷ്, MB ബിനോജ്, കൺവീനർമാരായ ലിൻഡോ വടക്കൻ, G പ്രിയ, സുഭാഷ് മാത്യു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ KK മിനി, ജീസൺ കാക്കശ്ശേരി, എക്സൈസ് ഓഫീസർ ലത്തീഫ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സമൂഹത്തിലെ ലഹരി ഉപയോഗം, റാഗിംഗ്, നിയമവിരുദ്ധമായ വാഹന ഉപയോഗം, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, കൗമാരക്കാരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നീ മേഖലകളിലായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകലാണ് NSS സൗഹൃദ അധ്യാപകർക്ക് നൽകുന്ന പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ചൊഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ടുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വന്ന പേടിക്കാണ്ട് കളിക്കാം. എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാരും വരണം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മീനിനെ പിടിക്കുക, ചാടാനൊക്കെ പറ്റും. വൈബിളുള്ള സ്ഥലമാണ്. പണ്ട് നമ്മൾ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒന്നും കൂടിയും അടിപൊളിയായിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടറാണ്. അധികം വെള്ളമില്ല. കുട്ടികൾക്കൊക്കെ നന്നായി ചാടി കുളിക്കാനും മീൻ പിടിക്കാനും എല്ലാം പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഇനിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറേ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലൻകുഴി എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇപ്പോഴും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഈ വേനൽക്കാലത്തൊക്കെ വന്ന ആളുകൾ ചിലപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഇപ്പോഴാണ് ഇത് വരേണ്ട സമയം. നല്ലൊരു ക്ലൈമറ്റുമാണ്, നല്ല അന്തരീക്ഷമാണ്. കുറച്ച് ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്. അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്
മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റിവരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോടുകൂടിയുള്ള തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം. മറ്റൊരു പ്രത്യേകതയുണ്ട്, മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കുന്നംകുളം തെക്കേപ്പുറത്ത് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്രാമ്പിക്കൽ വീട്ടിൽ 62 വയസ്സുള്ള പ്രസാദിനെയാണ് രാവിലെ 6 മണിയോടെ വീടിന് സമീപത്തെ പറമ്പിൽ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകി. പല കുട്ടികളും ദിവസങ്ങളോളമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. സ്കൂളിൽ നിന്നുണ്ടായ സംഭവമായിട്ടും ചികിത്സാ ചെലവ് നൽകുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. പല കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും പരാതിയുണ്ട്. 4 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായ എരുമപ്പെട്ടി ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ 24 മണിക്കൂർ സേവനം നടപ്പിലാക്കണമെന്നും ഇടം സാംസ്കാരിക വേദി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി കവുക്കോട് കുളത്താണി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹിയും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയനുമായിരുന്ന കൊല്ലഴി മങ്ങാട്ട് ഉണ്ണി എന്ന അരവിന്ദാക്ഷന്റെ 2ാം ചരമവാർഷിക അനുസ്മരണവും ക്ഷേത്ര മാതൃസമിതി അംഗവും സംഗീത അധ്യാപികയുമായിരുന്ന കുന്നത്തുമനയ്ക്കൽ ഹേമലത ടീച്ചറുടെ നിര്യാണത്തിലുള്ള അനുശോചന യോഗവും ചേർന്നു. ക്ഷേത്രം ഹാളിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ TM നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരീക്കര വിജയൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ SKSSF കൊരട്ടിക്കര യൂണിറ്റ് ആദരിച്ചു. PA മുഹമ്മദ് സിയാൻ, AB മുഹമ്മദ് ഷബീബ് എന്നിവരെയാണ് ആദരിച്ചത്. പെരുമ്പിലാവ് മേഖലാ പ്രസിഡന്റ് റബി വാഫി, ട്രഷറർ സൈഫുദ്ദീൻ, GCC പ്രതിനിധി V ബഷീർ, യൂണിറ്റ് ഭാരവാഹികളായ ഹാഫിള് അബ്ദുനാസർ, അഹമ്മദ് ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സൺ PM ജദീർ നേതൃത്വം നൽകി. ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തിന്റെ വിവിധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PK റംല, അധ്യാപകരായ KH ഷീജ, സയന ചായൂർ, CJ ജിൻസി, MK സലീം എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി 200ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.